ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ഗോ വിത്ത് ഗോപിക. അപ്പം നമ്മളിന്നൊരു നീണ്ട യാത്ര പോവുകയാണ്. ഞാൻ എണീറ്റു. ഇപ്പോൾ സമയം 3:30. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കണേ. അപ്പം ഞാൻ ഈ ഫോണ് ചാർജ് ചെയ്യാൻ വെക്കട്ടെ. അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് സെറ്റായിട്ട് വരട്ടെ. ഇത് നമ്മുടെ പെട്ടികളും ഐറ്റങ്ങളൊക്കെ കാറിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ജേണി തുടങ്ങാം. തുടങ്ങല്ലേ വിധ? എക്സൈറ്റഡ് ആണോ? യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോവാസ്കോഷ്യയിൽ നിന്ന് ഒണ്ടാരിയോ വരെയാണേ. 1700 കിലോമീറ്റർ ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മളൊരു 19-20 മണിക്കൂറെങ്കിലും എടുക്കും നമ്മളവിടെ ട്രാവൽ ചെയ്തെത്തുമ്പോൾ. നേരമൊക്കെ ഒന്ന് വെളുത്തപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റേഷനിലൊന്ന് നിർത്തി ഒന്ന് വാഷ്റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി. നല്ല ക്ലീൻ ആയിരുന്നു ആ ബാത്റൂം ഗ്യാസ് സ്റ്റേഷനിൽ. പിന്നെ കുറച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റായി. നമുക്കിനി വീണ്ടും ജേർണി കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ 4:30 തുടങ്ങിയത്. നമ്മൾ 4:30 പുറപ്പെട്ടു. ഇപ്പം സമയം 10:40. അങ്ങനെ നമ്മൾ നോവാസ്കോഷ്യ ക്രോസ് ചെയ്തു, ന്യൂ ബ്രൗൺസ്വിക്ക് ക്രോസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ക്യൂബക്ക് എത്തിയേ. ഇനി നെക്സ്റ്റ് പ്രൊവിൻസ് ഒണ്ടാരിയോ ആണ്. ക്യൂബക്ക് എന്ന് പറഞ്ഞ പ്രൊവിൻസ് ഒന്ന് തീർന്നു കിട്ടാൻ നല്ല ടൈം എടുത്തായിരുന്നു. അവിടെയാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻസ് ഒക്കെ പാളിയത്. നമ്മുടെ പ്രൊവിൻസും ഇവിടെ തമ്മിൽ ടൈം ഡിഫറൻസ് ഉണ്ട്. 1 hour ഡിഫറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 9:30 കഴിഞ്ഞ് നമുക്ക് എത്ര അല്ലേ, നമുക്ക് 10 എത്ര മണിയാകുമ്പോഴാണ് ചേഞ്ച് ചെയ്യുക? ഓട്ടോമാറ്റിക്കായി ടൈം ആവും. അപ്പം നമ്മൾ വീണ്ടും 9:30 ആദ്യം ഞങ്ങളൊരു 9:30 കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ ഇങ്ങോട്ട് കയറിയപ്പോൾ നമ്മൾ വീണ്ടും 9:30 തന്നെ എത്തി. അപ്പോൾ ഇനി ഇവിടെ അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് രമണ 1 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ടൈം സോണിലാണ്. അത് ശരിയാ. അപ്പം നമുക്ക് ഈ ദിവസം 25 മണിക്കൂർ കിട്ടും. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, എവിടെയും ഇംഗ്ലീഷ് ഒന്നും എഴുതി കാണാനില്ല, എല്ലാം ഫ്രഞ്ചാണ്. സാധാരണ നമ്മുടെ അവിടെയും ഫ്രഞ്ച് ഉണ്ട്, പക്ഷെ എല്ലാം ആദ്യം ഇംഗ്ലീഷും പിന്നെ അതിൻ്റെ താഴെ ഫ്രഞ്ച് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഇംഗ്ലീഷേ കാണാനില്ല, എല്ലാം ഫ്രഞ്ചിലാണ് എഴുതിയേക്കണേ. നോക്കിയേ കാണാം. അങ്ങനെ രാവിലെ ബ്രേക്ക് എടുത്തതല്ലേ, അപ്പം നമുക്ക് ഇനി ഒരു കുട്ടി ബ്രേക്കും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഇവിടെ ഇങ്ങനെ റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിർത്തി ഒന്ന് ബാത്റൂമിലൊക്കെ പോയി. ഞാനും ചെറുതായി ഉറങ്ങി എണീറ്റു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നേരത്തെ കിടന്നെങ്കിലും നേരത്തെ ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ എണീറ്റപ്പോൾ 3 മണിക്ക് എണീറ്റല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കം ഉണ്ടായിരുന്നു. ഇത് ഫ്രഞ്ച് പഠിച്ചത്ര. ഇവിടെ എല്ലാരും ഫ്രഞ്ച് സംസാരിക്കണുള്ളൂ. എനിക്ക് ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടാണോ അതോ ഇനി അറിഞ്ഞിട്ട് പറയാത്തതാണോ എന്നറിയില്ല. എങ്ങനെയാ പോയി കഴിക്കാൻ സാധനം ഒപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ. താങ്ക് യു പോലും ഫ്രഞ്ചിലാ പറയണേ. ഞാൻ വിചാരിച്ചു താങ്ക് യു എങ്കിലും ഇംഗ്ലീഷ് പറയുന്നവര്. നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു മനുഷ്യന്മാരും ഇംഗ്ലീഷ് സംസാരിക്കില്ല. നമ്മൾ എന്ത് അങ്ങോട്ട് പറഞ്ഞാലും അവർ ഫ്രഞ്ചിൽ ഇങ്ങോട്ട് റിപ്ലൈ പറയാ. നമുക്ക് ഫ്രഞ്ച് അറിയില്ലല്ലോ. അങ്ങനെ ഇത് അവിടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ യൂഷ്വലി ടിമോട്ടൻസിൽ പറയുന്ന ഡബിളും ട്രിപ്പിൾ ഒന്നും പറഞ്ഞിട്ടൊന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ക്യൂബക്കിലൊരു മോണ്ട്മെറൻസി എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അങ്ങനെ ആ സ്ഥലത്ത് എത്തി ഒന്ന് ഇറങ്ങി കുറച്ചു നേരം നടക്കാന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ഈ ക്യൂബക്കിലുള്ള മോണ്ട്മെറൻസി ഫോൾസ്, അങ്ങനെ തന്നെയാണ് പറയാമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അവിടെ എഴുതി കാണിക്കാം. മോണ്ട്മെറൻസി ഫോൾസ് എന്ന് പറഞ്ഞ ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നതാണ്. ഈ വാട്ടർഫോൾസ് 83 മീറ്റർ ടോളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നയഗര വാട്ടർഫോൾസിനേക്കാൾ ഒരു 30 മീറ്റർ ടോളറാണ് ഈ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അക്രോസ് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്.
നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമല്ലേ ഗൈസ്. ഈ പാർക്കിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല, പക്ഷെ വാട്ടർഫാൾസിന്റെ പേര് മോൺട്ട്മറൻസി എന്നാണ്. എന്താ ഇതത് വീഡിയോ ഇടാണ്, അതിന് ചളി കാര്യമായിട്ട് കൊയ്യാളെ ചേർക്കാടുന്നു. ഇതിന്റെ മിതുവോ, ഈ വാട്ടർഫാൾസിന്റെ മേലെ കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജിന്റെ അവിടേക്ക് നടന്നു പോകാനാണ് ഇപ്പൊ ശ്രമിച്ചോണ്ടിരിക്കണേ. നോക്കടോ, പറയൊന്നുമില്ല കാണാം. മഴയും പെയ്യും, മൈശ്വരെന്ന് പറയണല്ലോ, മഴ അങ്ങോട്ട് പെയ്തു. പോയി കണ്ട് ഒരു 2-3 വീഡിയോ എടുത്തു, അപ്പോഴത്തേനും മഴ പെയ്തു. അതെ, വളരെയധികം പ്രഡിക്റ്റബിൾ ആയിരുന്നു. അതെ, എല്ലാ പൊഴിയാണ് എന്ത് രസമാണ്. ഐശ്വര്യം എന്ന് പറയാലോ, നമ്മൾ ആ വാട്ടർഫാൾസിന്റെ മേലെത്തിയതും അതേ മഴ അങ്ങോട്ട് പെയ്തു. പിന്നെ ആ മഴ നിന്നില്ല, എത്ര സമയമായിരുന്നു ആ മഴ പെയ്തത്. എന്തായാലും പിന്നെ നമ്മൾ നേരെ ഇനി ഇറങ്ങി, നേരെ മയിക്കണ്ട, നേരെ നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചു. നമ്മൾ നോവ സ്കോഷ്യയിൽ നിന്ന് ഒണ്ടാരിയോ വരെ പോകാൻ നമുക്കൊരു ഓൾമോസ്റ്റ് 1700 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇനി ടയർഡ് ആവുകയാണ് ക്യൂബക്കിൽ നമുക്കൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് നാളെ രാവിലെ ബാക്കി ജേണി കണ്ടിന്യൂ ചെയ്യുന്നതായിരുന്നു. പിന്നെ ഇപ്പം സമയം 2 മണിയായിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ വിചാരിക്കണം ഞങ്ങളിപ്പോൾ ഇറങ്ങിയാലും മേ ബി നമുക്ക് രാത്രി ഒരു 10-11 മണിയുള്ള അവിടെ എത്താൻ പറ്റുമെന്ന് വിചാരിക്കണു. അപ്പോൾ എന്തായാലും ഇപ്പോൾ വിചാരിക്കാം ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യണ്ട, നമുക്കിനി നേരെ പോവാം. നല്ല മഴ, നല്ല മഴ. ഇപ്പം എത്ര മണിക്കൂറായി വിധം തുടങ്ങിയിട്ട്? അപ്പോൾ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 10 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. 10 മണിക്കൂർ വണ്ടി ഓടിച്ചിരിക്കുന്നു. ഇതു ഒരു വണ്ടിയുടെ ഉള്ളിൽ ഒരു ദിവസം ജീവിച്ച പോലെ ഉണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് എത്ര മണിക്കൂറുണ്ട്? ഇനി നമുക്ക് 8.5 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ 8.5 മണിക്കൂർ കൂടി ഇരിക്കും. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കും. അങ്ങനെ നമ്മൾ സംസാരിച്ച് ഞാൻ ചെറിയ നാപ്പൊക്കെ എടുത്ത് നമ്മൾ ഒണ്ടാരിയോയിലെത്തി. അപ്പോഴത്തേനും നല്ല വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സബ്വേ കയറിയിട്ട് ഓരോ സബ് വാങ്ങിച്ചു. നമ്മളെ കണക്കൂട്ടലൊക്കെ ചെറുതായിട്ടൊന്ന് പാളി. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേനും ഏകദേശം 12:30 ആയിട്ടുണ്ടായി. അങ്ങനെ അയ്യോ, ഞാൻ അത് പറയാൻ മറന്നു. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ മാമയുടെയും പാപ്പൻ്റെ അടുത്തേക്കാണ്. അവര് ബർലിംഗ്ടണിലാണ് താമസിക്കുന്നത്. ഫൈനലി ഞങ്ങളുടെ നീണ്ട 20 hours കാറിൻ്റെ ഉള്ളിലെ ജീവിതം കഴിഞ്ഞ് നമ്മളിതേ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതാ പുറത്തിറങ്ങി വീടിൻ്റെ അകത്ത് കയറി. അപ്പോൾ മേമ പൊറോട്ടയും ചിക്കൻ കറിയും മീൻ കറി, ചോറ്, ഉപ്പേരി, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഭേഷായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ കുളിച്ച് കിടന്ന് ഉറങ്ങാൻ പോവാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ. ബൈ.